നിരവധി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാം, അതിലെങ്ങനെയാണ് ഒരു OS ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് കാലി ലിനക്സ്, എന്താണ് മെറ്റ എക്സ്പ്ലോയിറ്റബിൾ, എങ്ങനെയാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. സോ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു OS, ആ ഒരു OS എൻ്റയർ നെറ്റ്വർക്കിൽ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ കാലി ലിനക്സിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്കത് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ സിസ്റ്റം ഫസ്റ്റ് വരുന്നത് ജനറലാണ്. അപ്പോൾ ജനറൽ നമുക്ക് ഒന്നും ജസ്റ്റ് ചെക്ക് ചെയ്യണം, ജസ്റ്റ് ലീവ് ഇറ്റ്. സോ നെക്സ്റ്റ് വരുന്നത് സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ ഫ്ലോപ്പി ഡ്രൈവ്, നെറ്റ്വർക്ക്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഫ്ലോപ്പി ഡ്രൈവ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് അൺടിക്ക് ചെയ്തു. അതുപോലെ തന്നെ നെറ്റ്വർക്ക്സും നമ്മൾ അൺടിക്ക് ചെയ്തു. അതുപോലെ തന്നെ പ്രൊസസ്സർ കാര്യങ്ങൾ നമുക്ക്, അതായത് പ്രൊസസ്സർ എത്ര യൂണിറ്റ് നമുക്ക് ആക്സസ് ചെയ്യണം എന്നുള്ളതിന് ഇവിടെ നിന്നും ഡിസൈഡ് ചെയ്യാം. അതുപോലെ തന്നെ റാമും എത്ര ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും ഡിസൈഡ് ചെയ്യാം. പിന്നെ വരുന്ന ഡിസ്പ്ലേ സെറ്റിങ്സ് ആണ്. നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് എക്സ്ട്രാ അഡീഷണൽ എന്തെങ്കിലും സ്റ്റോറേജ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒപ്റ്റിക്കൽ ഡിസ്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓഡിയോ ഡ്രൈവ് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ 1 2 3 4 അഡാപ്റ്റർ കാണാം. ഫസ്റ്റ് ഡിഫാൾട്ടായിട്ട് വരുന്നത് നാറ്റ് അഡാപ്റ്ററാണ്. അപ്പോൾ ഈ നാറ്റ് അഡാപ്റ്ററിലാണെങ്കിൽ നമ്മളുടെ ഡിഫാൾട്ട് IP വരുന്നത് 10.1.0.0 ആയിരിക്കും നമ്മൾ IP വരുന്നത്. അതായത് IP അഡ്രസ്സ് വരുന്നത്, ജസ്റ്റ് ഞാനിവിടെ അത് എൻ്റർ ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ IP അഡ്രസ്സ് ഡിഫാൾട്ടായിട്ട് വരുന്നത്. ഇതുപോലെയുള്ള IP അഡ്രസ്സുകളായിരിക്കും. പക്ഷേ ഈ IP അഡ്രസ്സുകൾ നമുക്ക് ഈ ലോക്കൽ സിസ്റ്റത്തിന്, അതായത് നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത മറ്റൊരു സിസ്റ്റത്തിലോ നമുക്ക് ആക്സസ് ചെയ്യാൻ സം ടൈം നമുക്ക് പോസിബിൾ ആയെന്ന് വരില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള മറ്റു ഇൻ്റർഫേസുകൾ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിലവിൽ ഡിഫാൾട്ടായിട്ട് ഇത് ഡിസേബിൾ ആയിട്ടായിരിക്കും. അപ്പോൾ ഇത് ടിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രിഡ്ജ് അഡാപ്റ്റർ നമ്മളുടെ വയർലെസ് ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതായത് 3 സെക്ഷൻ ബ്രിഡ്ജ് അഡാപ്റ്റർ നമുക്ക് റിയൽടെക് നമ്മുടെ നെറ്റ്വർക്ക് ഡ്രൈവർ ഏതാണോ അത് സെലക്ട് ചെയ്യാം. 4th വേണമെങ്കിൽ നമുക്ക് ഹോസ്റ്റ് ഓൺലി അഡാപ്റ്റർ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ 192.168 എന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള IP അഡ്രസ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ലോക്കൽ നെറ്റ്വർക്ക് നമുക്ക് നമ്മുടെ അകത്തുള്ള OSലോ അല്ലെങ്കിൽ VMwareൻ്റെ IP അഡ്രസ്സ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലോ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സോ അതിനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ഷെയറബിൾ ഫോൾഡർ. നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഫോൾഡറുകൾ നമ്മൾ VMwareമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും നമുക്കത് ചെക്ക് ചെയ്തുകൊണ്ട്, അതായത് ആ പാത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും USB ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരും. പക്ഷേ ഇവിടെ നമുക്കത് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഡിവൈസ് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിവൈസ് പ്ലഗ് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു മൗസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു മൈക്രോഫോണും അവൈലബിൾ ആയിട്ടുണ്ട്, USB മൈക്രോഫോൺ. അത് വേണമെങ്കിൽ നമുക്ക് ഡിഫാൾട്ടായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ സെറ്റിങ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതായത് നമുക്ക് കോൺഫിഗറേഷൻ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഉപയോഗിക്കാം. ഈ സെയിം സെറ്റിങ്സ് തന്നെ നമുക്ക് ഓരോരോ OSനും നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സിന് താഴെയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്താൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക്, USB കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ മുകളിൽ നേരത്തെ ക്ലാസ്സിൽ ഞാനിത് പറയാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് അത് മെൻഷൻ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അപ്കമിങ് ക്ലാസ്സുകളിൽ നമുക്ക് ഹാക്കിങ്ങിൻ്റെ ഇൻഫർമേഷൻ ഗാദറിങ് എന്ന് പറയുന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം.